മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മഹി ഇങ്ങനെ മോളെ വിളിച്ച് കൊഞ്ചിക്കുകയാണ് കേട്ടോ. ആ സമയത്താണ് ലേഖ അങ്ങോട്ടേക്ക് വരിക കേട്ടോ. ലേഖ പറയും, ആ സ്വാമി വന്നതിന് ശേഷം മോൾക്ക് നല്ല ഉറക്കം, നല്ല കുഴപ്പമില്ലാതെ ഇരിക്കുകയാണ്, ആ ശാന്തമായിട്ടാണ് മോളുടെ മുഖം ഇരിക്കുന്നത് എന്ന് പറയും കേട്ടോ. അത് കേൾക്കുമ്പോൾ മഹി പറയണം, ആ അമ്മ പറഞ്ഞു വിട്ടതായിരിക്കും, എനിക്ക് ഉറപ്പുണ്ട് എന്ന്, ഇനി കാണുമ്പോൾ വേണം ആ അമ്മയുടെ അടുത്ത് ചോദിക്കാൻ എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം ഞാൻ എല്ലാ കാര്യങ്ങളും സ്വപ്നത്തിൽ കാണാറുണ്ട്. ആ അമ്മ പറഞ്ഞതെല്ലാം കറക്റ്റാണ് ലേഖയെ, ആ അമ്മയാണ് പറഞ്ഞത് നീലാംബരി എന്ന് പേരിടാനും കൂടി. എന്തായാലും ശരി, ആ അമ്മ പറഞ്ഞു വിട്ടതായിരിക്കും എന്നിങ്ങനെ പറയും. പിന്നെ ഒരു 20 വർഷം മുമ്പ് കണ്ണേട്ടനായ ആക്സിഡൻ്റ് ആയ സമയത്ത് അയ്യപ്പ വിഗ്രഹം കണ്ണേട്ടൻ്റെ കയ്യിലാണ് കൊടുത്തത് എന്ന് പറഞ്ഞില്ലേ, അതെല്ലാം സത്യമാണ്. പക്ഷെ അന്ന് കണ്ട ആ അമ്മയുടെ അതേ പ്രായം തന്നെയാണ് ഇപ്പോഴും അമ്മയ്ക്ക്, അതൊരു മാറ്റമില്ല. അതുകൊണ്ട് ആ അമ്മ ദേവി തന്നെയാണ്, അത് സത്യമാണ് എന്നിങ്ങനെ പറയുന്നത് കേട്ടോ. അതേസമയം ലേഖ ചോദിക്കും, ഇനി നീയെ ആ അമ്മയെ കാണുമ്പോൾ ചോദിക്കണം, ഞാൻ ഡോക്ടർമാർ തോമസ് വൈദ്യരടക്കം എൻ്റെ കാര്യം ഒഴിവായതാണ്, എനിക്ക് കുഞ്ഞുണ്ടാവുമോ എന്ന് എനിക്കൊരു പ്രതീക്ഷ സ്വാമി വന്ന് പറഞ്ഞപ്പോൾ എന്തായാലും നീ ചോദിക്കണം എന്ന് പറയും കേട്ടോ. ശരി, ഞാൻ ചോദിക്കാം, ഞാൻ ചോദിച്ചിട്ട് ആ അമ്മ പറഞ്ഞെങ്കിൽ നിൻ്റെ കാര്യം ഉറപ്പാണ്, അത് ശരിയാവും എന്നിങ്ങനെ മഹി പറയണം കേട്ടോ. പിന്നീട് പ്രതാപൻ വിളിക്കുകയാണ് കേട്ടോ, ആ സ്വാമിയെ വിളിക്കുകയാണ്. ആ സ്വാമിയെ വിളിക്കുമ്പോൾ കിട്ടണില്ല. പിന്നീട് ഒട്ടുപാലിൻ്റെ അടുത്ത് വരികയാണ് കേട്ടോ. ഒട്ടുപാലിൻ്റെ അടുത്ത് വന്നിട്ട് സംസാരിക്കുകയാണ്. ആ സമയത്ത് ഒട്ടുപാല് പറയുകയാണ്, ആ സ്വാമി വെള്ളത്തിൽ വീണതിന് ശേഷം ആരൊക്കെയോ കൂടിയിട്ടാണ് രക്ഷിച്ചിരിക്കുന്നത് എന്ന് പറയും. പ്രതാപൻ അത് കേൾക്കുമ്പോൾ ദേഷ്യം വരികയാണ് കേട്ടോ. അവനൊന്നും ചെയ്തിട്ടുണ്ടായില്ല, പനിനീരും തെളിച്ചിട്ടില്ല, ഭസ്മവും തെളിച്ചിട്ടില്ല എന്നിങ്ങനെ പറയണം. അതിനുശേഷം പ്രതാപനോട് ആ ഒട്ടുപാല് പറയണം, എന്തായാലും ശരി, ഞാൻ നേരിട്ട് ഇറങ്ങാം, ഇനി അതേ നടക്കുള്ളൂ, അല്ലാതെ വേറെ ഒരു കാര്യമില്ല എന്ന് പറയണം. എന്തായാലും നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിയ പൈസയ്ക്ക് എന്തായാലും ഒരു തീരുമാനം ഉണ്ടാക്കണമല്ലോ, അതുകൊണ്ട് ഞാൻ എന്തായാലും നേരിട്ട് ഇറങ്ങാം എന്നിങ്ങനെ പറയാനായിട്ട് കരുണ പ്രതാപനെ പോയി കാണുകയാണ് കേട്ടോ. കണ്ടതിന് ശേഷം ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ആ സ്വാമി ഒന്നും ചെയ്തില്ല, എന്ത് ചെയ്തു എന്നാണ് പറയുന്നത്, അങ്ങേര് ഒരു കുന്തവും ചെയ്തിട്ടില്ല. ഏതായാലും ശരി, ഈ ഓണത്തിന് എന്തായാലും എൻ്റെ അവസാനമാണ്. കഴിഞ്ഞ പ്രാവശ്യം ഓണത്തിന് ഒരു ആശ്വാസം ഉണ്ടായിരുന്നു, കാരണം അങ്ങനെ എഴുന്നേറ്റിട്ടില്ല, അവൾക്ക് കുഞ്ഞുമില്ല, അങ്ങനെ ഒരു ആശ്വാസം ഉണ്ടായിരുന്നു. എനിക്ക് എന്തായാലും ഇപ്രാവശ്യം എന്തായാലും ഉണ്ടായിരുന്നില്ല, അവൾ സന്തോഷിക്കുന്നത് എനിക്ക് കാണാനും പറ്റില്ല എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം പ്രതാപൻ പറയുന്നുണ്ട്, മോള് ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, നിനക്ക് എന്തായാലും സന്തോഷമുള്ള കാര്യം ഉണ്ടാക്കി തരും എന്ന് പറയണം. എനിക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഞാൻ അവിടെ നിന്നും വരും, ഈ ഓണത്തിന് ചിലപ്പോൾ ഞാൻ അവിടെ നിന്നൊന്നും വരില്ല, അച്ഛൻ ജയിലിൽ പോയി കഴിഞ്ഞാൽ ഞാൻ ആ മുത്തശ്ശിയുടെ വീട്ടിലേക്ക് പോകും. എന്തായാലും അതുണ്ടല്ലോ, അച്ഛൻ്റെ ജയിൽ മോചനത്തിന് വേണ്ടിയിട്ട് എല്ലാം വിറ്റ് നശിപ്പിച്ചാലും മുത്തശ്ശിയുടെ വീടും പറമ്പുണ്ട്, അതേപോലെ സ്വർണ്ണം ഉണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ എങ്ങനെയെങ്കിലും അവിടെ പോയി ജീവിച്ചോളാം, എനിക്ക് ആ കഴിവ് കെട്ട ഭർത്താവിൻ്റെ കൂടെ ഇരിക്കാൻ വയ്യ എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം പ്രതാപം ഇങ്ങനെ ആലോചിക്കണ്ടോ, അതൊക്കെ നിൻ്റെ കഴിവ് കെട്ടവൻ എല്ലാം വാങ്ങിക്കൊണ്ടുപോയല്ലോ മോളെ, ഇനി എന്ത് ചെയ്യും എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കുമ്പോൾ കരുണ പറയുന്നുണ്ട്, എന്താ അച്ഛൻ ആലോചിക്കുന്നത് എന്താണ് എന്ന് ചോദിക്കുക. ഒന്നുമില്ല മോളെ എന്ന് പറയാണ്, ഇനി നിങ്ങൾ എന്നെ കാണില്ല, നിങ്ങൾ എന്തായാലും എന്തെങ്കിലും ഒരു കാര്യം ചെയ്യും, അതിനുശേഷം ഇനി എന്നെ കാണുകയുള്ളൂ, എനിക്ക് ആരുമില്ല, ആർക്കും എന്നോട് സ്നേഹമില്ല എന്ന് പറഞ്ഞിട്ട് കരുണ ദേശത്തോടെ പോവുകയാണ് കേട്ടോ. പിന്നീട് പ്രതാപൻ നേരെ ആ ജാനകി അമ്മയുടെ മകനെ പോയി കാണുകയാണ് കേട്ടോ. മകനോട് പോയിട്ട് കാര്യങ്ങളെല്ലാം സംസാരിക്കണം. അങ്ങേരെ അതിന് മുമ്പ് പ്രതാപൻ്റെ കോറി പണിയെടുത്തിരുന്ന ആളാണ് കേട്ടോ. എന്തായാലും നിനക്ക് നല്ലൊരു പൈസ ഞാൻ തരാം, എനിക്ക് എന്തായാലും ഒരു കുഞ്ഞിൻ്റെ കാര്യമാണ് ചെയ്യേണ്ടത് എന്ന് പറയും. അതേസമയം അയാൾ പറയുന്നുണ്ട് കേട്ടോ, മാർക്കോൻ്റെ കാര്യം ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. മാർക്കോനെ എല്ലാവർക്കും പേടിയാണ്, അതുകൊണ്ടാണ് മാർക്കോൻ്റെ കാര്യം ചെയ്യാൻ പറ്റില്ല പറയും. വേണ്ടടാ, ഒരു കുഞ്ഞിൻ്റെ കാര്യമാണ് നീ ചെയ്യേണ്ടത് എന്നിങ്ങനെ പറയണം കേട്ടോ. എന്നിട്ട് അയാൾ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് ശരി എന്ന് പറയണം. പിന്നീട് കണ്ണൻ അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ. കണ്ണനെ കണ്ടതും ദുർഗ ഓടി വരികയാണ്. ആ മോനെ നീ വന്നോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. ഞാൻ അമ്പലത്തിൽ പോയപ്പോൾ ആ ജോത്സിനെ കണ്ടിരുന്നു, മോളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു, അവൾ ഒരുപാട് മിടുക്കിയായിട്ട് നല്ലൊരു ബുദ്ധിയുള്ള നല്ലൊരു മോളായിട്ട് വളരും എന്നിങ്ങനെ പറയാൻ കേട്ടോ. അത് കേൾക്കുമ്പോൾ കണ്ണൻ പറയും, എല്ലാവരും കാണുന്നവരെല്ലാവരും ഇങ്ങനെയാണ് പറയുന്നത് എന്ന് പറയും. അതിനുശേഷം ഓണസാരിയും ഓണത്തിന് പർച്ചേസ് ചെയ്ത സാധനങ്ങൾ ദുർഗയ്ക്ക് കൊടുക്കുകയാണ് കേട്ടോ. ദുർഗയ്ക്ക് കൊടുക്കുന്നത് കണ്ടുകൊണ്ടാണ് കരുണ ഇറങ്ങി വരുന്നത് കേട്ടോ. എന്തിനാ മോനെ, എനിക്കിത് വേണ്ട എന്ന് പറയും. അല്ല അമ്മയ്ക്കിതൊരു സ്പെഷ്യലായിട്ടുള്ളതാണ് എന്ന് പറയാൻ കേട്ടോ. അതേസമയം കരുണ വന്നതും കരുണയുടെ കയ്യിലും കൊടുക്കുന്നുണ്ട്. എന്താ, നിനക്കുള്ള സാധനമാണ്, നിനക്കുള്ള ഡ്രസ്സും കുറച്ച് ഫ്രൂട്ട്സും ഉണ്ട്, ഏതായാലും അവനെങ്ങനെ ഇരിക്കുകയല്ലേ, എന്തിനാ അത് നീ അവൾക്ക് കൊടുത്തത് എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. ഇവളുടെ മനസ്സിൽ വേറെ പലതും ആയിരിക്കും ഉദ്ദേശം മോനെ എന്നിങ്ങനെ പറയുമ്പോൾ
കരുണ ചോദിക്കുന്നുണ്ട്, ഞാൻ എന്താ ചെയ്യുക, ഉണ്ണിയേട്ടൻ ഇങ്ങനെ ആയത് കാരണമല്ലേ, കണ്ണേട്ടൻ്റെ സ്വഭാവത്തിൻ്റെ ഒരംശമെങ്കിലും അങ്ങേർക്കുണ്ടെങ്കിൽ ഞാൻ എത്ര രക്ഷപ്പെട്ടേനെ എന്ന് പറയും. അതിന് നിൻ്റെ മനസ്സ് നന്നാവണം, എങ്കിലേ നിൻ്റെ ഭർത്താവ് നന്നാവുള്ളൂ എന്ന് ദുർഗ പറയുന്നു കേട്ടോ. അതേസമയം ദുർഗ പെട്ടെന്ന് ചോദിക്കുന്നുണ്ട്, ഉണ്ണിക്ക് ഡ്രസ്സുണ്ടില്ലേ ചോദിക്കും. ആ ഉണ്ണിക്കും അതിലുണ്ട്, അവൻ എന്തായാലും എന്നെ ശ്വാസം മുട്ടിച്ച് കൊല്ലിക്കാൻ നോക്കിയതാണ്, ഞാൻ പക്ഷേ അതുപോലെ എന്തായാലും ചെയ്യുന്നില്ല, അവനുണ്ട്. നീ ഒരു കാര്യം മനസ്സിലാക്കിയോ, അവൻ സിവിൽ എഞ്ചിനീയർ പഠിച്ചതാണ്, അവനിത് എഴുന്നേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവന് ജോലിക്ക് വിട്ടാക്കണം, അത് നിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് എന്നിങ്ങനെ പറയുന്നു കേട്ടോ. അതേസമയം കരുണ പോവുകയാണ് കേട്ടോ. പിന്നീട് ദുർഗ പറയും, മോനെ നീ പറഞ്ഞത് തന്നെയാണ് ശരി, അവൻ എന്തായാലും അങ്ങനെ തന്നെ ചെയ്യണം, ഇനി പഴയ പോലെ നീ പൈസ കൊടുക്കരുത് എന്നിങ്ങനെ ദുർഗ കണ്ണനോട് പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ കണ്ണന് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ലക്ഷ്മിയും ലേഖയും ജാനകിയമ്മയും കുഞ്ഞിനെ കുളിപ്പിച്ച് കൊണ്ടുവരുമ്പോൾ മഹി ഇങ്ങനെ പറയണം കേട്ടോ, കുഞ്ഞിന്ന് കരഞ്ഞേ ഇല്ല എന്ന് പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ ലേഖയ്ക്ക് ആകെ മൊത്തം ഒരു വാട്ടം വരെ, എന്താ മഹി നീ അങ്ങനെ പറഞ്ഞത്, ഞാൻ കുളിപ്പിക്കുമ്പോൾ കരയുക വെച്ച് ഉള്ളതുപോലെ പറയേണ്ട ലേഖ, നീ കുളിക്കുമ്പോൾ കുഞ്ഞ് കരയായിരുന്നു, ഇന്ന് കരഞ്ഞേ ഇല്ല എന്ന് പറയുമ്പോൾ ആ ജാനകിയമ്മ പറയണ്ട, ആ കുഞ്ഞിനെ കുളിപ്പിക്കാനൊക്കെ അറിയണം, അതുകൊണ്ടാണ് എന്ന് പറയും കേട്ടോ. ലേഖ അങ്ങനെ ദേഷ്യപ്പെട്ട് പോവുകയാണ് കേട്ടോ. എന്നിട്ട് പറയും, ജാനകിയമ്മ പറയും, അങ്ങേരെ ആ മോൾക്ക് ബന്ധമെന്നറിയില്ല, ഭയങ്കര ദേഷ്യമാണ് പറയുമ്പോൾ മഹി പറയും, അവളാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത്, അതുകൊണ്ടാണ് എന്നിങ്ങനെ പറയണം കേട്ടോ. പിന്നീട് പ്രതാപനെ കരുണ വിളിക്കുകയാണ് കേട്ടോ. കരുണ വിളിച്ചിട്ട് പറയും, അങ്ങേരെ എനിക്ക് കുറച്ച് ഡ്രസ്സും ഫ്രൂട്ട്സൊക്കെ കൊണ്ടു തന്നിട്ടുണ്ട്, എനിക്കതൊന്നും വേണ്ട എന്ന് പറയാം. നല്ല കാര്യമല്ല മോളെ, നിൻ്റെ ഭർത്താവേ ചെയ്യുന്നില്ല, പിന്നെ എന്താണെന്ന് ചോദിക്കുക, അങ്ങേരുടെ ഒരു സാധനവും എനിക്ക് വേണ്ട, എനിക്ക് എന്തായാലും സന്തോഷമാണ് വേണ്ടത്, അതിന് വേണ്ടി വല്ലതും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യേ എന്ന് പറയും. എൻ്റെ മോള് വിഷമിക്കേണ്ട, എന്തായാലും ഈ ഓണത്തിന് അവർ കരയും, എൻ്റെ മോള് സന്തോഷിക്കും എന്ന് പറയണം കേട്ടോ. പിന്നീട് മുത്തശ്ശി പ്രതാപനും കൂടി സംസാരിക്കണം കേട്ടോ. മുത്തശ്ശി വീണ്ടും പറയുന്നുണ്ട് പ്രതാപൻ്റെ അടുത്ത്, പ്രതാപ നീ ഓരോ കാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, കാരണം അവളൊരു വിഷപ്പാമ്പാണെങ്കിൽ അവൾക്ക് പിറന്ന കുഞ്ഞ് രാജവെമ്പാലയാണ്, അത് നിനക്ക് ഓർമ്മ വേണം. പിന്നെ മാർക്കോ എന്തെങ്കിലും മറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഡോക്ടർ വൈദ്യരുടെ അടുത്ത് കൊണ്ടുപോയാലും കൂടി നിന്നെ ചികിത്സിപ്പിച്ച് ഭേദമാക്കാൻ പറ്റില്ല, അതൊക്കെ അത്രയ്ക്ക് പഞ്ചറാവും, അതുകൊണ്ട് നീ ഓർത്തോണം എന്നിങ്ങനെ പറയണം കേട്ടോ. ഏതായാലും അവർ പെണ്ണുങ്ങളെ ഒന്നും ചെയ്യില്ല മാർക്കോ, പക്ഷേ നിന്നെ അവൻ വെറുതെ വിടില്ല എന്ന് പറയും കേട്ടോ. അത് കേൾക്കും പ്രതാപം പറയും, ഞാൻ ജയിലിൽ പോയപ്പോഴും അതെ, അവിടെയുള്ള എല്ലാവർക്കും അവനെ പേടിയാണ്, എന്തൊരു കാര്യമാണ് പറയുന്നത് എന്നിങ്ങനെ പറയും. അതുകൊണ്ട് ഞാൻ പറയുന്നു, നീ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം എന്നിങ്ങനെ പറയണം കേട്ടോ. അപ്പോൾ നമ്മുടെ മോൾക്ക് സന്തോഷം വേണ്ടേ ചോദിക്കും, വേണം, പക്ഷേ എല്ലാ കാര്യവും നീ സൂക്ഷിച്ച് ചെയ്യണം കേട്ടോ എന്നിങ്ങനെ പറയണം കേട്ടോ. പിന്നീട് ജാനകിയമ്മയും മോനും എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ ആ മോൻ ഭാര്യയുടെ അടുത്ത് കണ്ണ് കാണിക്കണം, പറയാൻ വേണ്ടി പറയണം കേട്ടോ. അപ്പോൾ ആ സ്ത്രീ പറയുന്നുണ്ട്, നമ്മുടെ വീട് കടത്തിലല്ലേ, ഇങ്ങേരാണെങ്കിൽ എല്ലാ കാര്യങ്ങളും കടത്തിലാണ്, നമുക്ക് എന്തെങ്കിലും ചെയ്യണ്ടേ എന്ന് ചോദിക്കുമ്പോൾ ജാനകിയമ്മ ചോദിക്കേണ്ട, അതിന് ഞാനെന്ത് ചെയ്യും, നിങ്ങൾ ദൂർത്തടിച്ചിട്ട് ചെയ്തതല്ലേ, അത് നിങ്ങളെ അനുഭവിക്കും എന്ന് പറയുമ്പോൾ മകൻ ഇങ്ങനെ പറയുന്നുണ്ട്, നമുക്കൊരു സുവർണ അവസരം വന്നിട്ടുണ്ട്, അത് ചെയ്ത് കഴിഞ്ഞ് ഒരുപാട് പൈസ കിട്ടും എന്നിങ്ങനെ പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ ജാനകിയമ്മ അതിശയത്തോടു കൂടി നിൽക്കുകയാണ് കേട്ടോ. ഇതെന്താണ് എന്ന് പറഞ്ഞിട്ട്, എന്തായാലും ശരി, നമ്മുടെ കുഞ്ഞിനെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് സത്യമായ കാര്യമാണ് കേട്ടോ. ഈ ചാനലൊന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.